കേരളത്തിലാകമാനമല്ല, ഇന്ത്യയിലാകമാനം, ചിലപ്പോൾ ലോകത്താകമാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് പരസ്പരം അതിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിൽ അതിൻ്റെ അപ്പലറ്റ് അതോറിറ്റിയും അതുപോലെ തന്നെ സബോർഡിനേറ്റ് അതോറിറ്റിയും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും നന്നായി CH സെൻറ്ററിൻ്റെ പ്രവർത്തനം മനോഹരമായി ക്രമീകരിച്ച് നടത്തുന്ന വെട്ടുപ്പാറയിലെ CH സെൻറ്ററിൻ്റെ പ്രവർത്തനമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. നിങ്ങൾ ഇത്ര ഗൗരവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ CH സെൻറ്ററിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ നാട്ടിലെ ആളുകൾക്ക് സാന്ത്വനമാകും, സന്തോഷമുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഏറ്റവും പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയവും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ദാനവും എല്ലാമാണ്. ദാനം എന്ന് പറയുന്നത് ശാരീരികമായ ദാനമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ ദാനമുണ്ട്. ഇതൊക്കെ തന്നെയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു വേദിയാണ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള CH സെൻറ്റർ. ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാക്കുന്ന വീടിൻ്റെയും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ആരും സാമ്പത്തികമായി വല്ലാതെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരൊന്നും പ്രവർത്തനം നടക്കുന്നില്ല. ഗവൺമെൻറ്റും നടക്കുന്നുണ്ട്, നമ്മുടേതും നടക്കുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലായതുകൊണ്ട് ഗവൺമെൻറ് തന്നെ നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്ട് തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങളുടെ നേതാക്കന്മാർ അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ തീരുമാനമാക്കും. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ വീട് വേണ്ട, ലീഗിൻ്റെ വീട് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ് നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നന്നായി നടക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇവിടെയുള്ള ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.